Did you complete your note? You have written up to the class which we had taken in the last day? Okay. What about Faith? Faith, did you write? What miss കേട്ടില്ല. Notes എൻ്റെ ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉള്ളൂ. കേൾക്കുന്നില്ലേ? ചെറുതായിട്ട് കേൾക്കത്തുള്ളൂ, മനസ്സിലാവൂല വേഗം. അതെയോ? നോട്ട് എഴുതിയായിരുന്നോ ചോദിച്ചു. എന്താ മിസ് പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നോട്ട് എഴുതിയായിരുന്നു? എഴുതി. Okay, Anne-Marie, can you hear me well? Anne-Marie കേൾക്കാൻ സാധിക്കുന്നില്ലേ? Anne-Marie can't hear, I think. Okay, so Dia has gone. Okay, then page number 22 again. Page number 22. Okay. Where are we? Look at the list of cities from across the world. എന്തെങ്കിലും പറയുന്നുണ്ടോ? മിസ് ഫെയ്ത്ത് അൺമ്യൂട്ട് ആണ്. എന്തോ? ഫെയ്ത്ത് അൺമ്യൂട്ട് ആണ്. നിങ്ങൾക്ക് സ്വന്തം ചെയ്യാമല്ലോ, ഞാൻ ഇവിടുന്ന് ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചേ എക്സാം നടക്കണ്ടേന്ന്. എക്സാം നടത്തണ്ടേന്ന്. ക്ലാസ് ടെസ്റ്റാ? അതാണോ ഉദ്ദേശിച്ചേ? ഞാനിത് പറയാനിരിക്കുകയായിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഇടണം. ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ലാസ്റ്റ് പറയാന്ന് ഓർത്തായിരുന്നേ. ദിയ ക്ലിയറിയിട്ട് പോയി. ദിയയും കൂടെ വരുവാണെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് ഇത് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഇടണം. അപ്പോൾ എവിടെ മുതലാം? ഫ്രം പേജ് നമ്പർ 10. ഒരുപാടൊന്നും തരുന്നില്ല, കുറച്ച് പേജുകളായിട്ട് 2-3 ക്ലാസ്സിലായിട്ട് നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഇടാം. പേജ് നമ്പർ 10, 11 and 12. 12 വരെ മതി. ഈ 3 പേജ് നിങ്ങൾ പഠിക്കുക. പേജ് നമ്പർ 10, 11 and 12. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചോ. അടുത്ത ക്ലാസ്സിൽ പേജ് നമ്പർ 10, 11 and 12. ഇന്ന് നമുക്ക് ഈ പേജ് നമ്പർ 22 and 23 കൂടി എടുത്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് റിവിഷൻ തുടങ്ങാം കേട്ടോ. ഒരേ പേജ് ടെസ്റ്റ് ഇട്ട് നമുക്ക് പോവാം. ഇന്ന് ഇതും കൂടെ ഇവിടെ വരെ എടുത്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഹെൽത്ത് ഈസ് വെൽത്ത് ആൻഡ് സോ ഓൺ, അത് നമുക്കിനി അടുത്ത് ഇതിലെടുക്കാം. ദിയ, can you hear me? അടുത്ത ക്ലാസ്സിൽ പേജ് നമ്പർ 10, 11 and 12, these 3 pages you will be having a small class test. Page number 10, 11 and 12. Okay, Anne-Marie? Okay, Anne-Marie heard, I think. Okay, so come to page number 22. Where are we? Look at the list of cities from across the world. Write each city under the correct country. See, 6 countries' names are given here. The USA, Germany, Russia, Australia, South Africa and Brazil. Appo ini in that green column we have given the names of few countries, cities. അപ്പോൾ ഏത് കൺട്രിയിലാണ് ഈ സിറ്റി ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആ കൺട്രിയുടെ താഴെ എഴുതണം. ദ USA, ഇൻ USA വരുന്ന സിറ്റീസ് ഇതിലേതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ,
ലിൻകോൾൺ, ഡെട്രോയിറ്റ്, ന്യൂ ഓർലിയൻസ്. ഈ മൂന്നെണ്ണാണ് USA വരുന്നത്. കണ്ടോ നിങ്ങള്? ലിൻകോൾൺ, ഡെട്രോയിറ്റ്, ന്യൂ ഓർലിയൻസ്. Okay, next one, second one, Brazil. The cities which come in Brazil. Rio de Janeiro, Sao Paulo, Curitiba. Rio de Janeiro, Sao Paulo, Curitiba. മിസ് മൂന്നാമത്തെ എന്താണ്? ബ്രസീലിന്റെ മൂന്നാമത്തെ? ബ്രസീലിന്റെ മൂന്നാമത്തെ സൗ പാലോ. അതെഴുതി. മൂന്നാമത്തെയാ? ക്യൂരിറ്റീബ. Okay, next one, Germany, third one. Munich, Stuttgart, Hamburg. Munich, Stuttgart, Hamburg. Okay, next one, എന്താണ്? സൗത്ത് ആഫ്രിക്ക. ജോഹന്നിസ്ബർഗ്, കിംബർലി, ബ്ലോയിംഗ്ഫോൺടീൻ. Johannesburg, Kimberley, Bloemfontein. Next one, Russia. Volgograd, Sochi, Kursk. Volgograd, Sochi, Kursk. Australia. Brisbane, Darwin, Perth. Okay. Yes, next one. Look at the page number 23. Sean, turn on your video. എന്തിനാ വീഡിയോ ഓഫ് ആക്കിയിട്ടിരിക്കുന്നത്?
ഫെയ്ത്തിന്റെ വീഡിയോ ഓഫ് ആണല്ലോ. മിസ് ഇവിടെ മഴയാ. Okay. Next page. Tick the correct answers. Which countries does the Durand line separate? Which countries does the Durand line separate? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. Okay. Afghanistan, Pakistan. Okay. Shihab Ghanim was the first poet from the Arab world to receive the Tagore Peace Prize. Which country is he from? UAE. Okay, UAE. Which of these European countries share a border? Hungary and Austria. Okay. Third one, Hungary and Austria. Next, who was the Prime Minister of Britain at the start of the Second World War? Neville Chamberlain. Chamberlain. Fill in the blanks, choose from the box. The largest landlocked country in the world is? The largest landlocked country in the world is? Kazakhstan. Okay, Kazakhstan. The Strait of Gibraltar connects the dash ocean to the dash sea. Atlantic Ocean to the Mediterranean Sea. Okay. Dash is a country in Africa, was previously called the Sudanese Republic. Mali. Mali. Dash is the only country in the world to have a non-rectangular flag. Nepal. Okay, Nepal. ഈ വൺ വേർഡ്സ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതണേ. നെക്സ്റ്റ് വൺ, റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. France has the most time zones in the world. Time zones. True. Okay, true. South America has the maximum number of countries in the world. False ആണ് അല്ലേ? False. America has the maximum number of countries in the world. New York City in the USA is also known as the Big Apple. True. True. The 38th parallel separates North Korea from South Korea. True. True ആണ്. ഓക്കെ, സോ ഈ പേജ് നമ്പർ 23 കുറേ വൺ വേർഡ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ നോട്ടിൽ എഴുതിയിരിക്കണം. അതുപോലെ പേജ് നമ്പർ 22 ഓൾസോ. പേജ് നമ്പർ 22 and 23 should be written down in the notebook. ഇനി പ്ലീസ് ടേക്ക് പേജ് നമ്പർ 10. എല്ലാവരും പേജ് നമ്പർ 10 ഒന്ന് നിർത്തി. യെസ്. Anne Mary, can you hear?
Anne-Marie will read. You will read the page number 10. Page number 10 വായിച്ചേ. Grand opening. Whether I shall turn out to be the hero of my own life, or whether that station will be held by anybody else, these pages must show. Charles Dickens, David Copperfield. You don't know about me without you had read a book by the name of The Adventures of Tom Sawyer. But that ain't no matter. Mark Twain, The Adventures of Huckleberry Finn. From the old and pleasantly situated village of Maenfield, a footpath winds through green and shady meadows to the foot of the mountains. Johannesburg, Haiti. The first place that I can well remember was a large pleasant meadow with a pond of clear water in it. Unnasable black beauty. Call me Ishmael, Herman Melville, Moby Dick, or the whale. It is the truth universally acknowledged that a single man in possession of a good fortune must be in want of a wife. Jane Austen, Pride and Prejudice. Happy families are all alike. Every unhappy family is unhappy in its own way. Leo Tolstoy, Anna Karenina. When Mrs. Frederick C. Little's second son arrived, everybody noticed that he was not much bigger than a mouse. E.B. White, Stuart Little. Okay, good. Dia, can you unmute and read? Dia White, Dia, can you hear me? Dia is gone. Okay, unmute ചെയ്തപ്പോൾ കണ്ടിട്ട് പോയി കാണും. ഷോൺ വായിക്കേ. വായിച്ചോ. Whether I shall turn out to be the hero of my own life, or whether that station will be held by anybody else, these pages must show. Charles Dickens, David Copperfield. You do not know about me without you have read a book by the name of The Adventures of Tom Sawyer. But that ain't no matter. Mark Twain, The Adventures of Huckleberry Finn. From the old and pleasantly situated village of Mayanfield, a footpath winds through green
and shady meadows meadows and mountain meadows to the to the foot of the mountains. Johanna spiral Spiri Hidi. The first place that I will remember that a large pleasant meadow with a pond of clear water in it. Hannah's Sewell black beauty. Beauty. Call me Ismail. Herman Melville Maudit Drick or the whale. Okay. It is a truth and universally acknowledged that a single man is possession of a good for then must be in want of a life. Jane Austen Pride and Prejudice. Dash are all വായിച്ച ഏഴാമത്തെ happy family are all alike. Every unhappy family is unhappy in its own way. Leo Tolstoy, Anna Karenina. When Mrs. Friedrich Letter's second son arrived, everybody noticed that he was not much bigger than a mouse. Okay. E.B. White, Stuart Little. Okay. അപ്പോൾ ഈ പേജില് വായിച്ച് പഠിക്കുക. ഇതെന്താണെന്ന് നോക്കിയാൽ സം നോവൽസ് ആർ ഫേമസ് ഫോർ ദെയർ ഓപ്പണിംഗ് ലൈൻസ്. ഹൗ മെനി ഓഫ് ദീസ് ആർ ഫെമിലിയർ വിത്ത്? ആർ യു കംപ്ലീറ്റ് ദ ഫേമസ് ഓപ്പണിംഗ് ലൈൻസ്? ചൂസ് ഫ്രം ദ ബോക്സ്. ഓക്കെ. Some novels are famous for their opening lines. How many of these are you familiar with? Fill in the blanks to complete the famous opening lines. Choose from the box. Okay. അപ്പോൾ ഇതില് ഓക്കെ, ഇതുപോലെ തന്നെ ചിലപ്പോൾ തരാം. ഇതുപോലെ ഈ ഗ്രീൻ ബോക്സിൽ കാണുന്ന പോലെ കുറച്ച് തന്നിട്ട് താഴെ കാണുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നിട്ട് അത് ഫിൽ ചെയ്യാനായിട്ട് പറയും. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നന്നായിട്ട് ഓരോന്നൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എ ലിറ്റററി സൊജേൺ, അതിലും എന്താണ്, റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സം ഫേമസ് ലിറ്റററി പേഴ്സണാലിറ്റീസ്, റൈറ്റ് ദിയർ നെയിംസ് ഓൺ ദ ബ്ലാങ്ക്സ്, ചൂസ് ഫ്രം ദ ബോക്സ്. ഓക്കെ. അതിനകത്തും എന്താണ്, അത് ജസ്റ്റ് അതും വായിച്ചിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം ആൻ അമേരിക്കൻ ഓതർ ആൻഡ് ജേർണലിസ്റ്റ് whose strong influence was there in the 20th century fiction. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം അതിനകത്ത് നിന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, അതുകൊണ്ടാണ് 3 പേജസിൽ മാത്രം തരുന്നത്. ഓക്കെ. മിസ് പറഞ്ഞോ. 10ാമത്തെ പേജില് അവരുടെ പേര് എഴുതാൻ വരുമോ? പേരെഴുതാൻ ഇല്ല, ചോദിക്കുന്നില്ല. ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് വായിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതുപോലെ ടെസ്റ്റ് തന്നേക്കുന്നത് പോലെ തന്നെ തരാം. ഓക്കെ.
അതുപോലെ തന്നെ പേജ് നമ്പർ 12 ടിക്ക് ദ കറക്റ്റ് ആൻസർ. അതിനകത്ത് ജസ്റ്റ് 3 ഓപ്ഷൻസ് തരില്ല. ഹു റോഡ് ഡാർക്ക് റൂം, ദ ഗൈഡ് ആൻഡ് ദ മാൻ ഈറ്റർ ഓഫ് മൽഗാഡി. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതുക. ജസ്റ്റ് അങ്ങനെ ഒന്ന് പഠിക്കും. റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ചോദിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ചൂസ് ഫ്രം ദ ബോക്സ്, അതും ചോദിക്കാം. ഓക്കെ, അതിൽ ഓപ്ഷൻ തരുമോ? ഗ്രീൻ ഏതിലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലാ ഓപ്ഷൻ തരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓപ്ഷൻ തരും. ഓക്കെ, 2 ഓപ്ഷൻസ് തരും. അതിൽ കറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. സാധാരണ നിങ്ങൾക്ക് ഇവിടെ എക്സാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം കണ്ടക്ട് ചെയ്ത പോലെ തന്നെ ഓപ്ഷൻ തരാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നന്നായിട്ട് ടെസ്റ്റ് വായിച്ചാൽ മതി. നോട്ട്സ് നിങ്ങളുടെ കംപ്ലീറ്റ് ആണല്ലോ അവരും വരെ അല്ലേ? അപ്പൊ ഇന്നെടുത്ത ഭാഗത്തിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. നോട്ട്സ് കംപ്ലീറ്റ് ആക്കാതിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ സംടൈംസ് ടീച്ചേഴ്സ് വിൽ കം. ചിലപ്പോൾ ടീച്ചേഴ്സോ സാറുമാരോ ആരെങ്കിലും ചെക്ക് ചെയ്യാൻ വരും. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ് ആക്കി തന്നെ ഉണ്ടാവണം. ഓക്കെ, ദെൻ വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് വരിക.